17കാരിയെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചെങ്ങന്നൂർ വനവാതുക്കര സ്വദേശി അഭിനവ് പരിചയപ്പെടുന്നത്. പിന്നാലെ പ്രണയം നടിച്ച് അടുത്തുകൂടി. എറണാകുളത്ത് ടാറ്റു ആർട്ടിസ്റ്റാണ് അഭിനവ്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവിധയിടങ്ങളിൽ എത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് കേസ്. അഭിനവിനെ കൂടാതെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ചതിന് 3 സുഹൃത്തുക്കൾ കൂടി അറസ്റ്റിലായി. അതായത് പ്രായപൂർത്തി എത്താതെ 17കാരിയെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ആ വ്യക്തി, ആ വാർത്തയിൽ പറയുന്ന ആ വ്യക്തി പീഡിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണിത്. ഇത്തരത്തിലുള്ള പല വാർത്തകളും ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട 17കാരി, 16കാരി, 15കാരി എന്ന നിലയിലൊക്കെ. അപ്പൊ ഈ പരിചയപ്പെടൽ പിന്നീട് എന്ത് ചെയ്യുന്നു, ഇതുപോലെയുള്ള അപകടത്തിലേക്കാണ് ചെന്നപ്പെടുന്നത്. പരിചയപ്പെടുമ്പോൾ പെൺകുട്ടികൾ അതിന്റെ മുൻവശമോ അതിൽ ഒളിഞ്ഞിരിപ്പുള്ള ചതികളെ കുറിച്ചിട്ടോ മറ്റോ ബോധന്മാരാകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരക്കാരുടെ വലയിലാകപ്പെടുന്നത്. ഇപ്പൊ കൂടുതലും ട്രെൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയിട്ടാണ്. ഇപ്പോ ഈ ചില സ്കൂൾ കുട്ടികൾ പോലും ഇൻസ്റ്റാഗ്രാമിൽ കൂടിയിട്ട് ലഹരി മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല വാർത്തകളും പല ദിവസങ്ങളിലും വരുന്നുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു? അപ്പൊ ഇത് മനഃപൂർവ്വം ചതിയിൽ പോയി ചെന്ന് പെടുന്നതാണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് സംശയിക്കാതിരിക്കണം. കാരണം യാതൊരുവിധ പരിചയവുമില്ലാതെ അപരിചിതരാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ. ഇപ്പൊ പെട്ടെന്ന് പരിചയപ്പെടാനും പെട്ടെന്ന് വിളികൾ കണ്ടെത്താനും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ എളുപ്പ മാർഗമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇതിപ്പോ പെൺകുട്ടികൾ മാത്രമല്ല, ഇപ്പൊ ഭർത്തമതിയായ യുവതികൾ പോലും ഇത്തരത്തിലുള്ള വഞ്ചിക്കപ്പെടുന്ന പല സംഭവങ്ങളും വാർത്തകളായിട്ട് വരുത്തുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരം വലയിൽ അകപ്പെടുത്താൻ ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ മാത്രമാണ് മുന്നിട്ടിറങ്ങുക. മാനവും മര്യാദവും അന്തസ്സും അഭിമാനവും ആഭിജാത്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു യുവാക്കളും ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരണ കൊടുക്കില്ല എന്നതാണ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള വശീകരണവുമായി വരുന്നവരെ തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ മാത്രമാണെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. ഇവിടെ ആൺകുട്ടികളായിട്ട് ഇതുപോലെയുള്ള ആൺകുട്ടികളും വലയിൽ അകപ്പെടുന്ന സംഭവങ്ങളുണ്ട്, അത് മറ്റൊരു വശമാണ്. അതുകൊണ്ട് ഇത്തരം വലയിൽ അകപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.